അധ്യാപക സംഘടനയായ KPSTA ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളിലായാണ് കോതമംഗലത്ത് നടന്നത്. സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുന്നത് ശരിയല്ല. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്ന് സർക്കാർ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇതിനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഫണ്ട് കിട്ടാനാണ് എന്ന് വ്യാജേന BJPയോടൊപ്പം ചേരുന്ന ഒരു നടപടിയുമായി അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പോഴും ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും ഇവർ പിന്മാറുമെന്ന് പറഞ്ഞിട്ടും യഥാർത്ഥത്തിൽ അവർ പിന്മാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇതാരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള സങ്കുചിത രാഷ്ട്രീയവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കേവലം രാഷ്ട്രീയം മാത്രമാണ് ഈ കാര്യത്തിൽ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇവർ വരുന്നില്ല. സമസ്ത മേഖലയിൽ ഈ 2 സർക്കാരുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം അതിൻ്റെതായ തലത്തിൽ അലയടിച്ചുയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചുവടെടുത്ത് വായിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഇക്കൂട്ടർ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജില്ലാ പ്രസിഡന്റ് സൈബി C. കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഷമീർ പനക്കൽ, എൽദോസ് കീച്ചേരി, TU സാദത്ത്, വിൻസെന്റ് ജോസഫ്, KA ഉണ്ണി, ഷക്കീല BV, രഞ്ജിത്ത് മാത്യു, അജിമോൻ പൗലോസ്, ബിജു കുര്യൻ, ഷിബി ശങ്കർ, ബേസിൽ ജോസഫ്, ബിജു വർഗീസ്, ഷൈനി ബെന്നി, ശ്രീനി S. പൈ, MS റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.